നമസ്കാരം. പൂരാടൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഗസ്റ്റ് മാസത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ വർദ്ധിക്കുന്നത് വഴി പല ദിവസങ്ങളിലും രാത്രിയിലോ അവധി ദിനങ്ങളിലോ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ചിലപ്പോൾ ചില ചുമതലകൾ കുടുംബാംഗങ്ങളെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുമെന്ന് മാത്രമല്ല, ബന്ധുമിത്രാദികളോടൊപ്പം ആരാധനാലയ ദർശനം നടത്തുവാനുള്ള സാഹചര്യങ്ങൾ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ബന്ധുമിത്രാദികൾ നിർദ്ദേശിക്കുന്ന പല കാര്യങ്ങൾക്കും ആത്മാർത്ഥമായി സഹകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനും, മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരുവാനും, ആചാര്യസ്ഥാനം വഹിക്കുവാനും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ വേണ്ടിവരുവാൻ യോഗമുണ്ട്. വേണ്ടപ്പെട്ടവർ തുടങ്ങി വയ്ക്കുന്ന പുതിയ പ്രസ്ഥാനത്തിന് അനുമോദനങ്ങളും ആശംസകളും നൽകുവാനും ഒരുപക്ഷെ സ്വല്പം സാമ്പത്തിക സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും. ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിന് ശേഷം 3 മാസത്തിൻ്റെ ഉള്ളിൽ തിരിച്ച് ലഭിക്കും എന്നുള്ള ഉറപ്പോട് കൂടിയതായിട്ടുള്ള സാമ്പത്തിക സഹായമായിരിക്കും ഒരുപക്ഷെ ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുക. മേലധികാരി മറ്റൊരു ഉദ്യോഗം ലഭിച്ചു പോയതിനാൽ നിലവിലുള്ള സ്ഥാനക്കയറ്റം ലഭിക്കുവാനോ അതല്ല അദ്ദേഹം മറ്റൊരു സ്ഥാപനം തുടങ്ങുന്നതിൻ്റെ ഒരു അധികാര സ്ഥാനത്തോടു കൂടിയതായിട്ടുള്ള വിഭാഗം ഏറ്റെടുക്കുവാനുള്ള ചുമതലയോട് കൂടിയതായിട്ടുള്ള അവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുവാനോ യോഗം കാണുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നിലവിലുള്ളതിൽ രാജിക്കത്ത് നൽകേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. നിലവിലുള്ള വ്യാപാര വ്യവസായ മേഖലകളുടെ അനുബന്ധമായ സ്ഥാപനം തുടങ്ങുവാനോ വിദേശ ബന്ധമുള്ള പ്രവർത്തന മേഖലകൾക്ക് തുടക്കം കുറിക്കുവാനോ ഉള്ള അവസരം പലപ്പോഴും 1-2 ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളുവാൻ യോഗം കാണുന്നു. സെപ്റ്റംബർ മാസത്തിന് ശേഷമോ ഒക്ടോബർ മാസത്തിന് ശേഷമോ അതിന് തുടക്കം കുറിക്കത്തക്ക വിധത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കും ഉണ്ടായിത്തീരുക. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും. മറ്റു ചിലർക്ക് മറ്റൊരു വികസിത രാഷ്ട്രത്തിലേക്ക് പോകുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസം ഉണ്ടായിത്തീരും. പൊതുവെ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുമെങ്കിലും മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ ഔദ്യോഗികമായിട്ടുള്ള സമ്മർദ്ദവും യാത്രാക്ലേശവും വർദ്ധിക്കും. നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ സ്വല്പം വ്യതിചലനം വന്നു ചേരും. സഹപ്രവർത്തകർക്കും മേലധികാരികൾക്കും അസുഖങ്ങളുണ്ടായതിനാൽ അവരുടെ ജോലി കൂടി പലപ്പോഴും ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിലുള്ള ചികിത്സയോടൊപ്പം തന്നെ അനുബന്ധമായി ദേഹചര്യാക്രമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാനോ പ്രകൃതി ജീവന ഔഷധ രീതി അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങളോ ഉണ്ടായിത്തീരുവാനോ യോഗം കാണുന്നുണ്ട്. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഒഴിവാക്കുന്നത് ഗുണകരമായി തീരും. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി നേടും. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലെ ആരാധനാലയ ദർശനം നടത്തുവാനും ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുക്കുന്നത് വഴി ബന്ധുമിത്രാദികളെ വർഷങ്ങൾക്ക് ശേഷം കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനുമുള്ള അവസരമുണ്ടായിത്തീരും. പ്രവർത്തന മേഖലകളോട് ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. സാമ്പത്തികമായിട്ടുള്ള അനിശ്ചിതാവസ്ഥകൾക്ക് ഒരു വിരാമം വരുവാനും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതി മുതൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി കൈവന്നു ചേരുവാനും പൂരാടൻ നക്ഷത്രക്കാർക്ക് ഈ ആഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.